ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന അർജുൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രിയുടെ പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അർജുൻ അഞ്ജലിനെയും കാത്ത് ആ റൂമിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അഞ്ജലി വരുന്നതും കാത്ത് സമയം ഒരുപാടായി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അഞ്ജലി കയ്യിൽ ഒരു ഗ്ലാസ് പാലായിട്ട് കേരള സാരിയൊക്കെ ചുറ്റി മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ അർജുന് ഭയങ്കര സന്തോഷമാണ്. അഞ്ജലിയുടെ മുഖത്ത് ചെറിയൊരു ചിരിയുണ്ട്, വിഷമമുണ്ട്. അഞ്ജലി ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം വാതിൽ ലോക്ക് ചെയ്യാണ്. അർജുൻ അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടോ താനിവിടെ വന്നിരിക്കും, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇപ്പോഴാണ് അതിനുള്ള ഒരു അന്തരീക്ഷം കിട്ടിയത്. താനിവിടെ ഇരിക്കേ, ദേ ഇന്ന് ഈ റൂമിൽ നമ്മൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. തനിക്ക് പറയാനുള്ളത് താനും എനിക്ക് പറയാനുള്ളത് ഞാനും തുറന്നു പറയുന്ന ദിവസമായിക്കോട്ടെ എന്ന്. എടോ നോക്ക്, താൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. തൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് രാഘവനുണ്ണി എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനും ഞാനും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നാടകമാണോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട് അല്ലേടോ? തനിക്ക് തോന്നുന്നുണ്ടോടോ തൻ്റെ രാജീവ്, അതായത് ഞാൻ രാജീവായിട്ടാണല്ലോ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, അങ്ങനെ ഇരിക്കുന്ന തൻ്റെ രാജീവ് തന്നെ ചതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എടോ ഒരിക്കലും തന്നെ ചതിക്കാൻ എനിക്ക് ആവില്ലടോ. ഈ ലോകത്ത് വേറെ ആരെ ചതിക്കാനും എനിക്ക് പറ്റില്ല. അങ്ങനെ ചതിയും വഞ്ചനയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പേര് മാറ്റി പറഞ്ഞത് ഞാൻ രാഘവനുണ്ണിയുടെ മകനാന്ന് പറയാതിരുന്നതിന് കാരണം തൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ആലോചിച്ച് നോക്ക്, ഞാൻ രാഘവനുണ്ണിയുടെ മകനാണെന്നുണ്ടെങ്കിൽ താൻ എന്നെ സ്നേഹിക്കുമായിരുന്നോ? താൻ എൻ്റെ കൂടെ നിർത്തുമായിരുന്നോ? താൻ എന്നോട് സംസാരിക്കുമായിരുന്നോ? എവിടെ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. തൻ്റെ ശത്രുവാണ് രാഘവനുണ്ണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയടോ. തന്നെ കണ്ടുമുട്ടിയ ആദ്യ ദിവസം എനിക്കത് അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം മുതലാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. തൻ്റെ ആജന്മ ശത്രുവാണ്, അതായത് തൻ്റെ അച്ഛൻ മുഖേനയുള്ള അച്ഛനും കൂടിയുള്ള ഒരു പൊതു ശത്രുവാണ് നമ്മുടെ രാഘവനുണ്ണി എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണോ. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ തന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിട്ട് തൻ്റെ പ്രണയവും തൻ്റെ സ്നേഹവും തന്നെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കള്ളം പറഞ്ഞത്. താൻ എന്നോട് ക്ഷമിക്കടോ. ഇനി ഒരിക്കലും അഞ്ജലി സത്യം ഞാൻ ചെയ്യാണ്. ഇനി ഒരിക്കലും തൻ്റെ അടുത്ത് ഞാൻ കള്ളം പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. താൻ എന്നെ വിശ്വസിക്കണം എന്ന് പറയാണ്. അഞ്ജലിയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അഞ്ജലി, പക്ഷെ എന്നെ ഒരിക്കലും അവിശ്വസിക്കല്ലേ അഞ്ജലി, എന്നെ സ്നേഹിക്കാതിരിക്കല്ലേ അഞ്ജലി. എനിക്ക് താനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലടോ. നോക്ക്, തന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. തൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും ഒപ്പം ഞാൻ ഉണ്ടാകും എന്ന് അർജുൻ പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണ് നിറയാട്ടോ. അഞ്ജലി കൈകൾ അർജുനെ പിടിക്കുകയാണ്. എന്നിട്ട് അഞ്ജലിക്ക് വാക്ക് കൊടുക്കുകയാണ്, ഇത് ഞാൻ തനിക്ക് തരുന്ന വാക്കാണ്, തൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അർജുൻ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അഞ്ജലിയുടെ. അഞ്ജലി അപ്പോൾ ആ സമയത്ത് അർജുൻ്റെ നെഞ്ചിലിങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കരയാട്ടോ. പെട്ടെന്ന് അർജുൻ അത് കാണുന്നൊരു സ്വപ്നം മാത്രമാണ്. അർജുൻ വെറുതെ സ്വപ്നം കാണുന്നതാട്ടോ, ശരിക്കും അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും അഞ്ജലി വരുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അഞ്ജലി വരുന്നില്ല കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ്. രണ്ടുപേരും ആ ദിവസം ആദ്യരാത്രി ആഘോഷിക്കണമൊന്നുമില്ല. അർജുൻ കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ദിവാങ്കോട്ടിലെ. അഞ്ജലി ആണെങ്കിലോ അവിടെ ബെഡിലോ എന്താണെന്ന് തോന്നുന്നു കിടക്കുന്നത്. അഞ്ജലി എന്തായാലും ഒറ്റക്കാണ് കിടക്കുന്നത്, അർജുൻ പുറത്താണ് പോയി കിടക്കുന്നത്. അതെന്തായാലും ക്ലിയർ ആയിട്ട് കാണിക്കണ്ടേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൊമോയിൽ ആദ്യം കാണിച്ച ഭാഗം അത് സ്വപ്നം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് അനുപമേനെയാണ്. അനുപമയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി അഞ്ജലിനെ അവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അവളെ എന്തൊക്കെ സംഭവിച്ചാലും അവിടെ ശംഖുചക്രത്തിൽ നിന്ന് അവളെ പടിയിറക്കിയേ പറ്റൂ. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുകയാണ് അനുപമ. അതെ, അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. നേരെ പോവാ ആ കുറുപ്പിൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് അവിടെ കുറുപ്പായിട്ട് കൂടി ആലോചിച്ചിട്ട് അഞ്ജലിനെ ഇല്ലാതാക്കണം എന്നൊരു തീരുമാനത്തിലെത്താണ് അനുപമ. ശേഷം രാവിലെ തന്നെ അനുപമ നേരെ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ കാവ്യാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കാവ്യയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ അനുപമ പറയുന്നുണ്ട്, മോളെ കാവ്യെ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണത്? നോക്ക്, അഞ്ജലി എൻ്റെ അനിയത്തിയേ അല്ല, ഒരിക്കലും ഞാൻ അവളെ അനിയത്തിയായിട്ട് കണ്ടിട്ടേ ഇല്ല. എൻ്റെ അനിയത്തി നീയാണ് കാവ്യ, നീ മാത്രമാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കും. നീ പറ, അഞ്ജലിനെ കൊല്ലണോ? പറ, അഞ്ജലിനെ കൊല്ലണോ? ഞാൻ ചെയ്യും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. എന്താ, ഞാനത് ചെയ്ത് കാണിച്ചു തന്നാൽ നിനക്ക് എന്നെ വിശ്വാസമാവോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കാവ്യ നിന്നെ. നോക്ക്, അഞ്ജലിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇല്ലാതാക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. കുറുപ്പങ്ങൾ അകത്തില്ലേ? ആ ഉണ്ട് ചേച്ചി എന്ന് കാവ്യ പറയാണ്.
അങ്ങനെ അനുപമ അകത്തേക്ക് കയറാണ്. കുറുപ്പ് ചോദിക്കണ്ട്, എന്താടി പെണ്ണെ നീ രാവിലെ തന്നെ വന്നത്? ഓ, നിന്റെ അമ്മായപ്പന്റെ എന്തെങ്കിലും ന്യായീകരണത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ നീ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? അയ്യോ അങ്കിളെ, അങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യം പറഞ്ഞ ഞാൻ വന്നത് അങ്കിളിനും അങ്കിളുടെ മകൾ ദേ ഈ കാവ്യയ്ക്ക് വേണ്ടിയിട്ടാ. നോക്കങ്കിളെ, ഞാനും അങ്കിളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അഞ്ജലിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇന്നലെ അവരുടെ ആദ്യ രാത്രി നടന്നൊന്നുമില്ല. അഞ്ജലിക്ക് ഇപ്പൊ അവനോട് വല്ലാത്ത ദേഷ്യമാണ്. അർജുനും അതുപോലെ തന്നെ രാഘവനുണ്ണി അങ്കിളും കൂടി ചേർന്നിട്ട് അവളെ ചതിച്ചെന്ന രീതിയിലാണ് അവളുടെ മനസ്സിൽ ഇപ്പൊ ഒരു മുറിവായിട്ട് വീണിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് അർജുനോട് വല്ലാതെ ദേഷ്യമായതുകൊണ്ട് രണ്ടുപേരും ഇപ്പൊ അർജുൻ ഇന്നലെ പുറത്ത് ദിവാൻ കോട്ടിലും അഞ്ജലി ആണെങ്കിൽ അകത്ത് റൂമിലുമാണ് കിടന്ന് ആദ്യരാത്രി ആഘോഷിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും അവളുടെ തെറ്റിദ്ധാരണ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ടുപേരെ രണ്ട് വഴിക്കാക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് കുറിപ്പ് ചോദിക്കുമ്പോഴേക്കും അനുപമ പറയണ്ട, വേറൊന്നുമല്ല അങ്കിളെ, അഞ്ജലി അവൾ ഇല്ലാതാക്കണം. അതിന് അതിന് നിനക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അങ്കിള് കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്കിളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഞ്ജലിനെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അവൾ ചത്തു കഴിഞ്ഞാൽ അവളെ അന്വേഷിച്ച് വരാനായിട്ട് ഒരു പട്ടി പോലും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ രണ്ടുപേരും മാക്സിമം എവിടെയും വരെ പോകും, വല്ലൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്കിളെ, അഞ്ജലി എന്തായാലും ഇല്ലാതായാൽ മാത്രമേ അങ്കിളുടെ മോൾക്ക് ഒരു ജീവിതം കിട്ടുള്ളൂ. പിന്നെ എൻ്റെ കാര്യം ഏകദേശം അങ്ങനെ തന്നെയാണ്. അവൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ജീവിതം വഴിമുട്ടും. അതെങ്ങനെയാന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും അങ്കിളെ, നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന് ആ ഒരു ദൗത്യം ചെയ്യുമല്ലേ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സന്തോഷത്തോടു കൂടി തന്നെ അനുപമക്ക് കൈ കൊടുക്കുകയാണ്. അനുപമക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. കാരണം ഇപ്പൊ കുറുപ്പും കൂടി തൻ്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഇനി സുഖമായിട്ട് അഞ്ജലിനെ ഇല്ലാതാക്കാലോ. അതിൻ്റെ ഒരു സന്തോഷം അനുപമക്ക് നന്നായിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി രാവിലെ ഒരു ഗ്ലാസ് ചായയായിട്ട് നമ്മുടെ രാഘവനുണ്ണിയുടെ അടുത്തേക്ക് പോവാട്ടോ. അപ്പൊ രാഘവനുണ്ണി ആ സമയത്ത് ഹരിവക്കീലിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ രാഘവന്റെ അടുത്തേക്ക് ആ ഒരു ഗ്ലാസ് ചായ നമ്മുടെ അഞ്ജലി നീട്ടിപ്പിടിക്കുകയാണ്. അഞ്ജലിയുടെ ചായ ഒരു ചെറിയൊരു വായ കുടിച്ചതിന് ശേഷം നമ്മുടെ രാഘവണ്ണി ഒന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് തുപ്പിയിടുവാട്ടോ. പറഞ്ഞ, അയ്യോ എന്തൊരു ചായ ഇത്, വായ വെക്കാൻ കൊള്ളില്ല, നാക്ക് കൊണ്ടേ കഴുകേണ്ടി വരും. ഓ, എന്തൊരു ചായ, ഇതാണോ ചായ? എടി പെണ്ണെ, നിന്റെ വീട്ടിൽ നിന്റെ തള്ളേം തന്തേ ഒരു ചായ ഉണ്ടാക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ലേടി? ഓ, അതെങ്ങനെ കെട്ടിയൊരുങ്ങി നടക്കാനല്ലേ അറിയൂ രണ്ടുപേർക്കും. നിനക്കും അതെ, നിന്റെ ചേച്ചിക്കും അതെ. ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഒരു ജന്മങ്ങള്. അത് കേൾക്കുന്ന അഞ്ജലി പറയുന്നുണ്ട്, ഹലോ രാഘവനുണ്ണി അങ്കിളെ, ഈ ചായ ഉണ്ടാക്കിയത് ഞാനല്ല, അങ്കിളുടെ പ്രിയപ്പെട്ട ഭാര്യ നന്ദിനിയാണ്. ആ ചായ ഞാൻ എടുത്തോണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതല്ല, ഞാൻ അങ്ങനെ തന്നെ നന്ദിനി ആന്റി അടുത്ത് പോയി പറഞ്ഞോളാം. ആന്റീനെ നല്ല രീതിയിലല്ലേ അച്ഛനും അമ്മയും വളർത്തിയത്, ചായ ഉണ്ടാക്കാൻ പോലും പഠിപ്പിച്ചില്ലേ എന്നുള്ള ഡയലോഗ്സേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി രണ്ട് വർത്താനമായിട്ട് അകത്ത് കയറി പോവാട്ടോ. ഹരി പറയണ്ട്, ഓ അവൾ ഇവിടെ നിന്ന് തകർക്കുവാണല്ലോ സാറേ. അവളുടെ തകർക്കലൊക്കെ ഞാൻ അഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് രാഘവനുണ്ണിനെ പിറുപിറുക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജലിയും രാഘവനുണ്ണിയും തമ്മിലുള്ള സ്റ്റണ്ടും പോരാട്ടവും ഒക്കെയാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും അഞ്ജലി അർജുനോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല. അർജുനും അഞ്ജലിയും ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്, പിണക്കത്തിലാണ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.